ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൊള്ളിപ്പുഴുക്കാണ് കേട്ടോ. ഒരു വ്യത്യസ്ത രീതിയിലുള്ള കൊള്ളിപ്പുഴുക്കാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊള്ളിപ്പുഴുക്കാണ്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൊള്ളിപ്പുഴുക്ക് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കഷ്ണം കൊള്ളിയാണ് എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ കൊള്ളിയുടെ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഈ കഷ്ണം എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മൾ കൊള്ളി സ്റ്റൂനൊക്കെ എടുക്കില്ലേ, അപ്പോൾ അതുപോലെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ കൊള്ളി വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് ഈ കൊള്ളി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ കൊള്ളി കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കുമ്പോൾ ഇത്തിരി വലുപ്പത്തിൽ വേണം കേട്ടോ അരിഞ്ഞെടുക്കാനായിട്ട്. ഇതുപോലത്തെ കഷ്ണങ്ങളാക്കിയിട്ട് വേണം എടുക്കാൻ. നമ്മളത് വേവിച്ച് എടുക്കുമ്പോൾ അത് ഉടഞ്ഞു പോരുത്, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വലിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഏകദേശം കൊള്ളിയുടെ ഒപ്പത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. എപ്പോഴും ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളാം. എപ്പോഴും ഉപ്പ് നല്ലപോലെ അരിഞ്ഞിരിക്കണം, ഇല്ലെങ്കിൽ കൊള്ളിയിൽ അവിടെ എവിടെയും പിടിച്ച് ടേസ്റ്റിലുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഉപ്പിൻ്റെ അളവ് അറിയുന്നില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഈ വെള്ളമില്ലേ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ ഉപ്പിൻ്റെ അളവ് ഒന്ന് മുന്നിട്ട് നിൽക്കണം, എന്നാലാണ് കൊള്ളിയിലേക്ക് കറക്റ്റായിട്ട് ഉപ്പ് പിടിക്കുക. അപ്പോൾ ആ ഒരു അളവിൽ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. 2 വിസിൽ പ്രഷർ പോയതിന് ശേഷം തുറന്നു നോക്കാം കേട്ടോ. അപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട്, നമുക്കിനി ഇത് തുറന്നു നോക്കാം കേട്ടോ. ഈ കൊള്ളി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ കൊള്ളി വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഊറ്റിയെടുത്തിട്ടുള്ള കൊള്ളി ഞാൻ ഈ ഒരു പാത്രത്തിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരം ചെരുകിയത് ഇട്ട് കൊടുക്കാം. ഏകദേശം 1/2 കപ്പ് നാളികേരം ചെരുകിയതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കൊള്ളിയല്ല എടുത്തിട്ടുള്ളത്, അപ്പോൾ അതിനെ ബാലൻസ് ചെയ്തിട്ട് 1/2 കപ്പ് നാളികേരമാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ നാളികേരം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഫോർക്കാണ് എടുത്തിട്ടുള്ളത്. ഫോർക്കാവുമ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യാമല്ലോ. ഇപ്പോൾ കയ്യിലാവുമ്പോൾ നമ്മൾ കൊള്ളിയൊക്കെ ആയ കാരണം കൂടുതൽ ഉടയുണ്ടാന്ന് വെച്ചിട്ടാണ് ഫോർക്ക് എടുത്തിട്ട് മിക്സ് ചെയ്യണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കൊള്ളിപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ 4 മണിക്ക് ചായക്കും കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇതിൽ നല്ല പോലെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഉപ്പിടുന്ന കാര്യമാണ്. അത് ഞാൻ പറഞ്ഞൊന്നുമില്ല, ആ വെള്ളത്തിൽ നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കൊള്ളിപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. മുതിർന്നവർക്കും ഉണ്ണികൾക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെട്ട കൊള്ളിപ്പുഴുക്കാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി, നമസ്കാരം.